നടൻ സുശാന്ത് സിംഗ് രാജ്പുതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസുകളിൽ നീണ്ട വർഷത്തെ മാധ്യമ വിചാരണകൾക്കും തടവ് ശിക്ഷകൾക്കും ശേഷം തനിക്ക് ക്ലീൻ ചീറ്റ് ലഭിച്ചതായും വർഷങ്ങളോളം സംശയത്തിൻ്റെ നിഴലിൽ ജീവിച്ച അവസ്ഥ ഇനി തനിക്ക് വേണ്ടെന്നും നടി റിയ ചക്രവർത്തി വെളിപ്പെടുത്തി. ആമസോൺ പ്രൈം വീഡിയോയിൽ സംപ്രേഷണം ചെയ്യുന്ന ദി സ്ട്രേറ്റേറ്റ്സ് എന്ന റിയാലിറ്റി ഷോയ്ക്കിടെയാണ് താരം തൻ്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച് നേരിട്ട കടുത്ത മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും മനസ്സ് തുറന്നത്. വർഷങ്ങളോളം തന്നെ ആളുകൾ സംശയത്തോടെയാണ് നോക്കിയതെന്നും ഒടുവിൽ ഈ വർഷമാണ് CBI സമർപ്പിച്ച ക്ലോഷൻ റിപ്പോർട്ടിലൂടെ താൻ നിരപരാധിയാണെന്ന് ലോകം തിരിച്ചറിഞ്ഞതെന്നും റിയ പറഞ്ഞു. ആ അവസ്ഥയിലൂടെ ഇനി കടന്നുപോകാൻ ആഗ്രഹമില്ലാത്തതിനാലാണ് ഷോയിൽ ഒരു ഇന്നസെൻ്റായി തുടരാൻ താൻ ആഗ്രഹിച്ചതെന്നും താരം വ്യക്തമാക്കി. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് മുംബൈയിലെ ബൈക്കുള ജയിലിൽ കഴിഞ്ഞ 28 ദിവസങ്ങളെക്കുറിച്ച് നടി ഓർത്തെടുത്തു. പുറത്തുള്ള പല മനുഷ്യരെക്കാളും ജയിലിനുള്ളിലെ സാധാരണക്കാരായ തടവുകാർ എത്രയോ ഭേദമാണെന്നും അവിടെയുള്ള അന്തേവാസികളിൽ ഭൂരിഭാഗവും നിരപരാധികളാണെന്നും അവർ കൂട്ടിച്ചേർത്തു. സുശാന്തിൻ്റെ മരണശേഷം മാധ്യമങ്ങളും സമൂഹവും തന്നെ മാന്ത്രികക്കാരി, വിഷ്കന്യ എന്നിങ്ങനെ വിളിച്ച് ക്രൂരമായി വേട്ടയാടിയെന്ന് റിയ പറഞ്ഞു. ലേബൽസ് നൽകിയ വേദന കാരണം ഭാവിയിൽ താൻ എഴുതാൻ ആഗ്രഹിക്കുന്ന പുസ്തകത്തിന് ചുഡേൽ കാ ബദ്ല എന്ന് പേരിടാൻ തമാശയായി ആലോചിച്ചിരുന്നതായി റിയ വെളിപ്പെടുത്തി. സുശാന്തിൻ്റെ വിയോഗത്തിൽ തനിക്ക് ശരിയായി ദുഃഖിക്കാൻ പോലും മാധ്യമ വിചാരണകൾ അനുവദിച്ചില്ല. കരിയർ പൂർണ്ണമായി തകർന്ന ആ കറുത്ത നാളുകളിൽ സുഹൃത്തുക്കളായ ഷിബാനി ദണ്ഡേക്കറും അനൂഷ ദണ്ഡേക്കറും നൽകിയ പിന്തുണയാണ് തന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതെന്നും റിയ കൃതജ്ഞതയോടെ ഓർത്തു.